ഹായ് ഓൾ, എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 PSC ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. വരുന്ന എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ഏരിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമായി എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. നിങ്ങളെ കമൻസും നിങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ സമയം കളയുന്നില്ല, നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പോയി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ, എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് കഴിഞ്ഞ മാസം നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രസ്താവന ICC ചാമ്പ്യൻസ് ട്രോഫി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കറിയാം 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രസ്ഥാനം 2002, 2013, 2025 ദേശങ്ങൾ ജേതാക്കളായിരുന്നു ഇന്ത്യ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. നമ്മളത് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. 3 തവണ ജേതാക്കളായ ഏക രാജ്യമാണ് ഏത്? ഇന്ത്യ. അപ്പോൾ ആ വർഷങ്ങൾ നമ്മൾ കറക്റ്റ് പഠിച്ചെടുക്കുകയാണ്. 2002, 2003, 2013, 2025. 2002 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളാണ്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയെപ്പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. തെറ്റാണ്. കാരണം എന്താണ്? 3 തവണ കിരീടം നേടിയ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അതേതാണ്? ഇന്ത്യയാണ്. ഓസ്ട്രേലിയക്കാകെ 2 തവണയാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ കിരീടം കിട്ടിയത്. എത്ര തവണയാണ്? 2 തവണയാണ്. ഓക്കെ. അത് സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതായത് ആദ്യത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി, അതായത് 1998 അതിൽ വിന്നർ ആയതാരായിരുന്നു? സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷമാണ് 2000. അതായത് 2000 കിരീടം കിട്ടായിരിക്കാൻ ന്യൂസിലാൻഡ്. അത് ശരിയാണ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് 1 ശരിയാണ്, അതുപോലെ എന്താണ് 4 ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണോ ചോദിച്ചാൽ അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരം? 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ റെഫറൻസ്. അതായത് ഇതിൽ ചോദിച്ച പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇതൊരു PSC ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ചോദിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ഈ ICC ചാമ്പ്യൻസ് ട്രോഫിൻ്റെ ഹിസ്റ്ററിയും കൂടി ക്ലബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് PSC ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ആദ്യത്തെ 1ഉം 2ഉം പ്രസ്താവനയ്ക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. പക്ഷേ ഈ 3ഉം 4ഉം അറിയണമെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിൻ്റെ ഹിസ്റ്ററി പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇതിൻ്റെ ഹിസ്റ്ററിയും കൂടി എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയാണ് പറഞ്ഞത്, ക്രിക്കറ്റ് ട്രോഫിയാണ്. അതിലെ ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യയാണ് അല്ലേ. ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് ന്യൂസിലാൻഡ് ആയിരുന്നു. ന്യൂസിലാൻഡിൻ്റെ ഫൈനൽ എന്താണ്? 4 വിക്കറ്റിനാണ്. എത്രയാണ്? 4 വിക്കറ്റിനാണ് എന്ത് ചെയ്തത്, ഇന്ത്യ തോൽപ്പിച്ചത്. ന്യൂസിലാൻഡ് ഫൈനൽ എന്ത് ചെയ്തു? 4 വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിച്ചു. അതുപോലെ അതിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? പാകിസ്ഥാനായിരുന്നു വേദി അല്ലേ. പക്ഷേ അതിൻ്റെ ഇന്ത്യൻ്റെ മത്സരങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെയാണ് നടന്നത്? ദുബായ് വെച്ചിട്ടാണ്, UAE വെച്ചിട്ട്, അല്ലെങ്കിൽ ദുബായ് വെച്ചിട്ടാണ് ഇന്ത്യൻ്റെ മത്സരങ്ങൾ UAE-യിലായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഫൈനൽ മത്സരത്തിന്റെ വേദിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയോണ്ട് അതിന്റെ വേദി എവിടെയായിരുന്നു? പാകിസ്ഥാനിലല്ല. എവിടെയായിരുന്നു അത്? ദുബായിലായിരുന്നു അതിന്റെ വേദി. ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ ഇന്ത്യക്ക് ഒരു അഭിമാന നിമിഷമാണ്. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ആകെ ഇന്ത്യ വീണ്ടും 3ാം തവണ എന്ത് ചെയ്തു? ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടി. പിന്നെ നമ്മൾ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ചോദിക്കാറുണ്ട്. പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്? ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആരാണ്? രോഹിത് ശർമ്മയാണ്. ആരാണ്? രോഹിത് ശർമ്മയാണ് അല്ലേ. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി സീരീസ് ആണ് രജിൻ രവീന്ദ്ര. ആരാണ്? രജിൻ രവീന്ദ്ര എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് താരമാണ്. ആരാണ്? ന്യൂസിലാൻഡ് താരമാണ്. ന്യൂസിലാൻഡിന്റെ ഓപ്പണർ ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. പക്ഷേ അദ്ദേഹം കളിക്കുന്ന ആരാണ്? ഈ ന്യൂസിലാൻഡിന് വേണ്ടിയിട്ടാണ് കളിക്കുന്ന ആരാണ്? രജിൻ രവീന്ദ്രയാണ്. ഇന്ത്യയുടെ തുടർച്ചയായ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ്. ഓർത്തിരിക്കുക. 2002 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളായിരുന്നു. 2013 നേടി. പിന്നെ 2025 2013 ആരായിരുന്നു ക്യാപ്റ്റൻ ചാമ്പ്യൻസ് ട്രോഫിനോടൊപ്പം? മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു. ഒന്ന് ഓർത്തിരിക്കുക. അപ്പം 3 തവണ കിരീടം നേടിയ ആദ്യ രാജ്യം. ഈ ഒരു കാര്യം അറിയണം നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കാര്യം അറിയണം നമുക്ക് നേരത്തെ കിട്ടും അല്ലേ. ഓസ്ട്രേലിയ 2 തവണ കിരീടം, 3 തവണ കിരീടം നേടിയ മറ്റൊരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ആദ്യ രാജ്യം ഏതാണ്? ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയക്ക് ഉണ്ടോ? ഇല്ല. ഓസ്ട്രേലിയ 2 തവണ നേട്ടുള്ളൂ. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ 2ാം ICC ട്രോഫി. ശ്രദ്ധിക്കണം, 2ാം ICC ട്രോഫി. അപ്പോൾ 2ാം ICC ട്രോഫി എന്ന് 2ാം
ICC ചാമ്പ്യൻസ് ട്രോഫി എന്നല്ല പറയുന്നത്, രണ്ടാം ICC ട്രോഫി. ഇതിനു മുമ്പ് നമുക്കറിയാം രണ്ടാം ICC ട്രോഫി ആദ്യത്തെ ICC ട്രോഫി എപ്പോഴാണ് കിട്ടിയത്? കഴിഞ്ഞ വർഷം അല്ലേ, 2024 എന്താണ് 2024 ഏതാണ് T20 ഏതാണ് അമേരിക്കയിൽ വെച്ച് ചേർന്ന T20 അല്ലേ, T20 വേൾഡ് കപ്പ് ഏതാണ് അമേരിക്കയിൽ വെച്ചാൽ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയാണ് ജയിച്ചത്. അമേരിക്ക ആയിരുന്നു എൻ്റെ വേദി. അതാണ് ആദ്യത്തെ രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയതിൻ്റെ ഇന്ത്യ ആദ്യത്തെ ICC ട്രോഫി എന്ന് പറഞ്ഞതാണ് T20 വേൾഡ് കപ്പാണ് 2024 അല്ലേ. അതുപോലെ തന്നെ ഇത് 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയും കൂടി. അപ്പം അതേപോലെ തന്നെ ഈ ടൂർണമെന്റിൽ കൂടുതൽ റൺസ് നേടിയ താരങ്ങൾ, കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഇതിനു മുന്നേ ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു. ആ ഓൺലൈൻ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈൻ എക്സാം എനിക്ക് തോന്നുന്നു LDCൻ്റെ ആയിട്ട് തോന്നുന്നു ഓൺലൈനായിട്ട് നടന്ന എക്സാം ആയിരുന്നു. അതിൽ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഏറ്റവും റൺസ് നേടിയ താരം ഇദ്ദേഹം ഈ രാജ്യക്കാരനാണ്, ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറ ആണെന്നൊക്കെ പറഞ്ഞ് T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന എക്സാമുകൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ റൺസ് നേടിയതും കൂടുതൽ വിക്കറ്റ് നേടിയതും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ പേര് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കൂടുതൽ റൺസ് നേടിയതാണ്. അതിനാണ് ഒന്നാമതാരാണ് കൂടുതൽ റൺസിൽ ഒന്നാമതാരാണ് രജിൻ രവീന്ദ്രയാണ്. ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ആരാണ്? രജിൻ രവീന്ദ്രയാണ്. രണ്ടാമത് ഇന്ത്യൻ താരമായിട്ടുള്ള ആരാണ്? ശ്രേയസ് അയ്യറാണ്. ആരാണ് അല്ലേ? ശ്രേയസ് അയ്യർ എന്ന പേര് നമ്മളിപ്പോൾ വീണ്ടും കേട്ടാണ്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ IPL അല്ലേ ഫൈനലിലെത്തിയ പഞ്ചാബ് കിങ്സ് അല്ലെ, പഞ്ചാബ് കിങ്സ് 11 പഞ്ചാബിന്റെ ക്യാപ്റ്റനാണ് ആര്? ശ്രേയസ് അയ്യർ അല്ലേ. ശ്രേയസ് അയ്യർ ആണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതുപോലെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഇപ്രാവശ്യത്തെ IPL കിരീടം നേടിയെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ എന്താണ് അപ്പോൾ ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ ആരാണ്? നമുക്ക് മെയിനായിട്ട് അറിയുന്ന വിരാട് കോഹ്ലി ആയിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ ചോദിച്ചാരാണ്? രജത് പട്ടിദാറാണ്. ആരാണ്? രജത് പട്ടിദാറാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് ആയിരിക്കണം, കൂടുതൽ വിക്കറ്റ് ചോദിച്ചായിരിക്കണം അത് മാറ്റ് ഹെൻറിയാണ്. ന്യൂസിലാൻഡിന്റെ ആരാണ്? ന്യൂസിലാൻഡിന്റെ ബൗളർ ആയിട്ടുള്ള മാറ്റ് ഹെൻറിയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റിൽ രണ്ടാമത് ആരാന്ന് വെച്ചാൽ വരുൺ ചക്രവർത്തിയാണ്. മേ ബി എക്സാമിന് വരിക. ഇവിടെയും രണ്ടാമത് ശ്രേയസ് അയ്യർ, ഇവിടെ രണ്ടാമത് വരുൺ ചക്രവർത്തി, രണ്ടുപേരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന പറഞ്ഞാൽ ശ്രേയസ് അയ്യറാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ആരാണ്? വരുൺ ചക്രവർത്തിയാണ് ഇവർ. ഓക്കെ. ഇന്ത്യ ടീമിന്റെ ക്യാപ്റ്റൻ നമുക്കറിയാം രോഹിത് ശർമ്മയാണ്. അല്ലാതെ നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടൈമിന്റെ ക്യാപ്റ്റൻ ആരാണ്? മിച്ചൽ സാറ്റ്നർ. ആരാണ്? മിച്ചൽ സാറ്റ്നർ ആണ് കേട്ടോ. ആരാണ്? മിച്ചൽ സാറ്റ്നർ. അറ്റ്ലീസ്റ്റ് അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക 2025. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി പഠിക്കാവുന്ന ഹിസ്റ്ററിയും കൂടി പഠിക്കുക. ഇതിൻ്റെ ഹിസ്റ്ററിയും കൂടി പഠിക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യ ഇത് ആരംഭിച്ചപ്പോഴാണ് ഫസ്റ്റ് നടന്നപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ച വർഷം ചോദിച്ചതാണ് 1998. ഏത് വർഷത്തിലാണ്? 1998. അപ്പോൾ പ്രഥമ വിന്നർ ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക അല്ലെ. പൊതുവേ ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റുകൾ കിരീടമൊന്നും നേടിയിട്ടില്ല നമ്മൾ സൗത്ത് ആഫ്രിക്കനെ പറയുകയാണെങ്കിലും, പക്ഷെ ഒരു പ്രാവശ്യം അവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഏതാണ്? സൗത്ത് ആഫ്രിക്ക. ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി വിന്നറാണ് ആര്? സൗത്ത് ആഫ്രിക്കയാണ്. ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അതുപോലെ തന്നെ 2000 രണ്ടാമത്തെ ആരായിരുന്നു? ന്യൂസിലാൻഡാണ്. ഇത് രണ്ടുമാണ് കഴിഞ്ഞ പ്രസ്താവന വന്ന ഈ രണ്ട് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ? 2000. ഓക്കെ. അതുപോലെ ഇന്ത്യ വിന്നറായത് 2002, 2013, 2025 അത് പഠിക്കണം. അപ്പോൾ ഈ 2002 ഇന്ത്യയും ഇന്ത്യ മാത്രം ഇന്ത്യയും ശ്രീലങ്കയും സംയുക്ത ജേതാക്കളാണ്. പിന്നെ 2004 വെസ്റ്റ് ഇൻഡീസ് ആണ്. 2006ഉം 2009 ആരാണ്? ഓസ്ട്രേലിയയാണ്. ആരാണ്? ഓസ്ട്രേലിയ. 2006ഉം 2009 ആരാണ്? ഓസ്ട്രേലിയയാണ്. 2017 ആരാണ്? പാകിസ്ഥാൻ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഹിസ്റ്ററിങ് പഠിച്ചു വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അതായത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കോവൻഡ്. അതായത് ഒരു കറണ്ട് അഫെയർ ആണ്. ഈ പറഞ്ഞ 2025 മാർച്ചിലാണ് ഈ ഒരു മാറ്റം വരുന്നത് അല്ലേ. അതായത് മുമ്പുണ്ടായിരുന്ന തോമസ് ബാച്ച് അല്ലെ, തോമസ് ബാച്ചിനെ മാറ്റിയിട്ട് പുതിയ ആൾ വന്നു. ആരാണ്? ക്രിസ്റ്റി കോവൻഡ്. ആ പ്രസ്താവന ശരിയാണ്. ആദ്യത്തെ വനിതയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്, അതും ശരിയാണ്. ഓക്കെ. അതുപോലെ പിന്നെ അതാണ് ഇവരുടെ ജന്മദേശം നമീബിയ ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആഫ്രിക്കൻ വംശം നമീബിയ അല്ല, ഏതാണ്? സിംബാബ്വെയാണ് ഇവർ. അപ്പോൾ അത് തെറ്റാന്ന് കിട്ടി. മുൻ ഒളിമ്പിക് ബാഡ്മിൻ്റൺ താരമാണെന്ന് പറയുന്നത്. ബാഡ്മിൻ്റൺ അല്ല, ഏതാണ്? നീന്തൽ താരമാണ് ആര്? ക്രിസ്റ്റി കോവൻഡ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? 1 ശരിയായതല്ല ചോദിച്ചിട്ടുള്ളത്, 1ഉം 3ഉം ശരിയാണല്ലോ, 1ഉം 3. അപ്പോൾ A ആണ് നമ്മുടെ ഉത്തരം വരിക. അപ്പോൾ ഇവിടെയും പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. മേ ബി ഈ പറഞ്ഞ IOC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി എന്ത് ചെയ്തില്ല, ക്ലബ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അതിന് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക.
അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ IOC അല്ലെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ IOC അല്ലേ. അപ്പോൾ എന്താണ് നിലവിൽ വന്നപ്പോഴാണ് 1894 ജൂൺ 23 അതുകൊണ്ടാണ് ജൂൺ 23 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ഒളിമ്പിക്സ് ദിനമാണ്. ജൂൺ 23 എന്താണ്? ലോക ഒളിമ്പിക്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആസ്ഥാനം IOCന്റെ ആസ്ഥാനം എവിടെയാണ്? ലൊസൈനാണ്, സ്വിറ്റ്സർലൻഡാണ്. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ലൊസൈനാണ് ഇതിൻ്റെ ആസ്ഥാനം വരിക. അതുപോലെ തന്നെ ലൊസൈൻ ഒന്ന് ശ്രദ്ധിക്കുക, സ്വിറ്റ്സർലൻഡിലാണ് ലൊസൈൻ. ഓക്കെ, ഈ ലൊസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഉണ്ട്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ആസ്ഥാനം ഏത് തന്നെയാണ്? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ലൊസൈൻ ആണ് അല്ലെ, സ്വിറ്റ്സർലൻഡിൽ. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് സ്ഥലങ്ങൾ ലൊസൈൻ പഠിക്കുന്നുണ്ട്. ലൊസൈനിലാണ് IOC പറഞ്ഞ ഏതാണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷനോ, അതെ സ്വിറ്റ്സർലൻഡ് സൂറിച്ചിലാണ് ഫിഫ അല്ലെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം. അത് സ്വിറ്റ്സർലൻഡിലെ പിന്നെ നമ്മൾ പഠിക്കുന്ന ജനീവ അല്ലെ, ജനീവ WHO, അതുപോലെ തന്നെ ഏതാണ് ഈ പറഞ്ഞ WTOന്റെ ആസ്ഥാനം എവിടെ വരിക? ജനീവയിലാണ്. അത് സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഇതൊന്നുമല്ല. എന്നാൽ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ബേൺ ആണ്. ഏതാണ്? ബേൺ. ഏതാണ്? സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ബേൺ ആണ്. ഏതാണ്? ബേൺ. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ബേൺ ആണ്. ഏതാണ്? ബേൺ ആണ്. ഒന്ന് ഓർത്തിരിക്കുക, തലസ്ഥാനം ഏതാണ്? ബേൺ. ഓക്കെ, ഈ ബേണിലാണ് എന്തുള്ളത്? IUCN അല്ലെ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെ. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബേണിലാണ്. സോറി IUCN എവിടെയാണ്? ഗ്ലാൻഡിലാണ്. സ്വിറ്റ്സർലൻഡിന്റെ ഗ്ലാൻഡിലാണ്. ബേണിൽ എന്താണ്? ഇന്റർനാഷണൽ തപാൽ യൂണിയൻ ആണ് വരിക അല്ലെ, ഇന്റർനാഷണൽ തപാൽ യൂണിയൻ ആണ് ഇവിടെ വരിക, ബേണിൽ വരിക. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബേൺ തപാൽ യൂണിയൻ ആണ്. IUCN എവിടെയാണ്? ഗ്ലാൻഡിലാണ് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പ്രഥമ പ്രസിഡന്റ് ആരാണ്? IOCയുടെ പ്രഥമ പ്രസിഡന്റ് ദിമിത്രിയസ് വിഗേലസ് ആണ്. ആരാണ്? ദിമിത്രിയസ് വിഗേലസ് ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ്. ആരാണ്? പിയറി ഡി കുബർട്ടിൻ അല്ലെ, ഒളിമ്പിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെ, ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ വിളിക്കുന്ന, ഒളിമ്പിക്സ് പതാകയുടെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ്. എന്തിന്റെ പിതാവ്? ഈ പറഞ്ഞ IOCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആണ്. 1894 IOC വന്ന് 1896 ഗ്രീസിലെ ഏതൻസിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞത് ക്രിസ്റ്റി കവൻട്രി ആണ്. സിംബാബ്വെയാണ്. ഏതാണ് രാജ്യം? സിംബാബ്വെയാണ്. ഓക്കെ, എക്സാമിന് എന്താണ്? നമീബിയ ആണ്. എന്താണ്? സിംബാബ്വെയാണ്. ഒളിമ്പിക് നീന്തൽ താരാണ്. അതേപോലെ IOCയുടെ പ്രസിഡന്റ് ആവുന്ന പ്രഥമ വനിതയാണ്. ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്. ഇതിനു മുമ്പ് സിംബാബ്വെയുടെ മുൻ മിനിസ്റ്റർ ഓഫ് യൂത്ത്, സ്പോർട്സ്, ആർട്സ് ആൻഡ് റീക്രിയേഷൻ, അതായത് ഈ പറഞ്ഞ യുവജനം, സ്പോർട്സ്, അതുപോലെ കല എന്നിവയുടെയൊക്കെ മിനിസ്റ്റർ ആയിരുന്നു ആര്? സിംബാബ്വെയിലെ ആര്? ഈ പറഞ്ഞ ക്രിസ്റ്റി കവൻട്രി പ്രസ്താവന തരാം. അതുപോലെ ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 സ്വർണ്ണ മെഡൽ. ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 തവണ സ്വർണ്ണ മെഡൽ. ഒളിമ്പിക്സിൽ 2 തവണ സ്വർണ്ണ മെഡൽ. അതുപോലെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലൊക്കെ വേറെ മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിൽ 2 തവണ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഒളിമ്പിക്സിൽ 2 സ്വർണ്ണം. അത് ഏതൊക്കെയാണ് ഒളിമ്പിക്സ് ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ് ഏതൊക്കെയാണ്? 2004 ഏതൻസ് ഒളിമ്പിക്സിൽ 200 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 200 മീറ്റർ ബാക്ക് സ്ട്രോക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണ്ണം നേടിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു. അപ്പോൾ ഒളിമ്പിക്സിൽ 2 തവണ സ്വർണ്ണം നേടിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. 2004 ഏതൻസിലും 2008 ബീജിംഗിലായിട്ട്. ഏതാണ്? 2 മീറ്റർ ബാക്ക് സ്ട്രോക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം ഉള്ളത്? താലൂക്കിലാണ്. ഓപ്ഷൻ ബി ആണ്. അല്ല, നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം അല്ലെ, അതിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്ത ഡേറ്റ് മറക്കരുത്. എന്താണ്? മെയ് 2 ആണ്. 2025 മെയ് 2. മെയ് 2 ഓർത്തിരിക്കുക. 2025 2 മെയ് 2025 ഓർത്തിരിക്കാൻ മറക്കരുത്. ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്താണ്? നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. എന്താണ്? അതായത് ഇപ്പം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു തുറമുഖത്ത് വന്നതിന് ഒരു ഷിപ്പിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് സാധനം മാറ്റാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ആഴമാണ്. ഇതിൻ്റെ ആഴം ഒന്ന് ഓർത്തിരിക്കുക. 20 മീറ്ററാണ് ഇതിൻ്റെ. ഇതിൽ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഇത്, വിഴിഞ്ഞം. അതുപോലെ തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ്. അതായത് അദാനി ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ പറഞ്ഞ തുറമുഖം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ്. അതാണ് സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമാണ്. അതുപോലെ തന്നെ ഇത് നിർമ്മാണം ആരായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദാനി വിഴിഞ്ഞം
പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ ഇതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയാണ്. രാജ്യാന്തര കപ്പൽ പാതയുമായിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ. എത്രയാണ്? 10 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു കാര്യം ഓർത്തുവരിക, ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആളായിരുന്നു എന്ന് വെച്ചാലാണ് സർ സി പി രാമസ്വാമി അയ്യരാണ്. നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ലയിച്ച് തിരുക്കൊച്ചി വന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ പറഞ്ഞ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ആവശ്യം, അതായത് കൊച്ചിയിൽ ഒരു തുറമുഖം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വിഴിഞ്ഞം തുറമുഖം എന്നുള്ള ആവശ്യം വേണ്ട, അങ്ങനെ ഒരു തുറമുഖം ആവശ്യമില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നീടാണ് ഈ പറഞ്ഞ വീണ്ടും എന്താണ് 1991 വീണ്ടും അന്നത്തെ തുറമുഖ മന്ത്രിയായിട്ടുള്ള MV രാഘവനാണ് ഈ പദ്ധതിക്ക് വീണ്ടും എന്ത് ചെയ്യുന്നത്? വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നത്. ഓക്കെ. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരാണ് അത് തറക്കല്ലിടുന്നേക്ക് പദ്ധതിക്ക് കരാർ കൈമാറുന്നതും തറക്കല്ലിടുന്നേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. മേ ബി എക്സാമിന് സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? കോവളമാണ്. ഒരു എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോവളം MLA ആരാണ്? ലേ വിൻസെന്റ്. എവിടുത്തെ MLA ആണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്? കോവളമാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക കോവളം. ഓക്കെ. അതുപോലെ തന്നെ ഇത് ലൊക്കേഷൻ കോഡ് എന്ന് ഓർത്തിരിക്കുക INTRV0. ഇത് എക്സാമിന് ചോദിക്കാൻ നല്ലൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. INTRV അല്ലെ, INTRV0 ആണ്. അതുപോലെ ഇതിന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? 50 ലക്ഷം TEU ആണ്. എന്താണ്? TEU. എന്താ TEU എന്ന് പറഞ്ഞാൽ? അതായത് സാധാരണ ഒരു കണ്ടെയ്നറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 20 അടിയാണ് 20 അടിയായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? TEU. അതായത് 20 അടി നീളമുള്ള ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? TEU. അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇപ്പോൾ ഇത് പൂർത്തി ഏകദേശം 10 ലക്ഷം TEU ആണ് ആദ്യഘട്ടത്തിൽ. ഇതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യഘട്ടത്തിൽ 10 ലക്ഷം ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ലക്ഷം TEU ആണ്. എന്താണ്? 50 ലക്ഷം TEU ആണ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17. അതുപോലെ ഇത് തറക്കല്ലിട്ട് 2015 ഡിസംബർ 5 അല്ലേ? ഡിസംബർ 5 എന്താണ്? മണ്ണ് ദിനാണ് അല്ലേ? അന്നാണ് ഇതിന് തറക്കല്ലിട്ട്. ആരാ തറക്കല്ലിട്ട സമയത്ത് മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ചോദിക്കാൻ നല്ലൊരു സാധ്യത ക്വസ്റ്റ്യാണ്. എന്താണ് ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ? മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതായത് 24,000 TEU അല്ലെ, TEU കണ്ടെയ്നർ വരെ കയറ്റാനാകുന്ന കൂറ്റൻ കപ്പലുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഈ മദർഷിപ്പ്. അതായത് 24,000 TEU, അതായത് 24,000 TEU, അതായത് ഒരുപാട്, അതായത് 24,000 TEU വരെ വരുന്ന അത്രയും എന്താണ് കണ്ടെയ്നറെ കയറ്റാനാകുന്ന കൂറ്റൻ കപ്പലുകളാണ് എന്ത് പറയുക? മദർഷിപ്പ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? മദർഷിപ്പ് എന്ന് പറയുക. എല്ലാ സ്ഥലത്തൊന്നും ഈ മദർഷിപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവേശിക്കാൻ പറ്റില്ല. ഇത് നല്ലൊരു ആഴം കൂടിയ തുറമുഖം കൂടിയാണ്. അതുകൊണ്ട് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്ന് വെച്ചാൽ സാൻ ഫെർണാണ്ടോ, ഡെൻമാർക്കിലെ സാൻ ഫെർണാണ്ടോ ആണ്. ഏതാണ്? സാൻ ഫെർണാണ്ടോ ഓർത്തിരിക്കുക. തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചോദിച്ചാൽ ഓൾറെഡി എക്സാമിന്റെ PYക്കും കൂടിയാണ്. ഏതാണ്? ഷെൻഹുവ 15 അല്ലെ, ഷെൻഹുവ 15 ചൈനേൻ്റെ ഇതാണ്. അത് സാൻ ഫെർണാണ്ടോ എവിടെയാണ്? ഡെൻമാർക്കാണ്. എവിടെയാണ്? ഡെൻമാർക്ക്. ഷെൻഹുവ 15 എവിടെയാണ്? ചൈനയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതൊരു കറണ്ട് അഫെയർ ആണ്. അടുത്തിടെയാണ് ഈ മാസമാണ് 2025 ജൂണിൽ വിഴിഞ്ഞം സന്ദർശിച്ച ഏറ്റവും വലിയ ചരക്ക്. അപ്പം നമ്മളിവിടെ ഈ പറഞ്ഞ കളറിൽ ബ്രൗൺ കളറിൽ കൂടുതൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ അതിൽ ഏറ്റവും തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, പക്ഷെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ വേറെ കളറിൽ, ഈ പറഞ്ഞ ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഐറീനയാണ് കേട്ടോ. ഏതാണ്? ഐറീന. അതുപോലെ ഇത് ഓൾറെഡി മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S. അയ്യർ ആണ് അല്ലെ. മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S. അയ്യർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ്. കേരളത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് BN വാസവനാണ് അല്ലെ. BN വാസവൻ്റെ മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് വരിക? എന്താണ്? ഒന്നെന്താണ്? കോർപ്പറേഷൻ അല്ലെ, സഹകരണം, കോർപ്പറേഷൻ, സഹകരണം. അതുപോലെ പോർട്സ്, പിന്നെ ഏതാണ്? പിന്നെ അതുപോലെ തന്നെ ദേവസ്വമൊക്കെയാണ്, രജിസ്ട്രേഷൻ. ഇതൊക്കെയാണ് ആരെ വകുപ്പ് വരിക? ഈ പറഞ്ഞ BN ദാസ് അല്ലെ, ഏറ്റുമാനൂർ അല്ലെ, കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നുള്ള ആളാണ് ആര്? BN വാസവൻ. ആളാണെന്നല്ല, എന്താണ് പ്രോപ്പർലി പറയുകയാണ് അവിടുത്തെ നിയോജക മണ്ഡലം അല്ലെ. BN വാസവൻ നിയോജക മണ്ഡലം ഏതാണ്? കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ്. അടുത്തത് ഓൾറെഡി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖമായിട്ട് PVQമായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഷെൻഹുവ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തെ ചരക്ക് കപ്പൽ പറഞ്ഞത് ചൈനേൻ്റെ ഷെൻഹുവ 15 ആണ്. ഇത് താലൂക്കിലാണ് നമ്മൾ ഓൾറെഡി കണ്ടു. ക്വസ്റ്റ്യൻ നെയ്യാറ്റിൻകരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 2024 ജൂലൈയിൽ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ആദ്യത്തെ മദർഷിപ്പ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം. ഇതൊക്കെ ഓൾറെഡി എക്സാമിന് ചോദിച്ചാണ്. നമ്മൾ ഓൾറെഡി മുകളിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സും കൂടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ടോപ്പിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കഴിഞ്ഞ ഡിഗ്രി ഈ 10th ലെവൽ പ്രിലിംസിന് രണ്ടാമത്തെ വീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് അന്താരാഷ്ട്ര ചെറുധാന്യ, ഇത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എപ്പോഴാണ്? 2023 ആണല്ലേ, 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലെ, മില്ലറ്റ് ഇയർ എന്നൊക്കെ അറിയപ്പെടുന്നത് 2023 അപ്പോൾ PSC സ്ഥിരമായിട്ട് എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങളല്ലേ. അപ്പോൾ 2022 പ്രധാന വർഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് കറണ്ട് അഫെയർ ആണ്, പിന്നെ പൊതുവെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ വർഷങ്ങളും കൂടെ അതും കൂടി എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് 2022 എന്ത് വർഷമാണെന്ന് വെച്ചാൽ എന്താണ്? അത് അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമാണ്. അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമാണ്. അതുപോലെ തന്നെ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ 2024 എന്താണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഏതാണ്? ഒട്ടക വർഷം, അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2025 എന്താണ്? അന്താരാഷ്ട്ര ഹിമാനി വർഷം. അതുപോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2025 ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വർഷമാണ്. അതുപോലെ 2024 ഒട്ടക വർഷമൊക്കെ ഓൾറെഡി PSC ചോദിച്ചാണ്. അന്താരാഷ്ട്ര ഹിമാനി വർഷം, അതുപോലെ അന്താരാഷ്ട്ര സഹകരണ കോപ്പറേഷൻ ഇയർ അല്ലേ. അതുപോലെ അന്താരാഷ്ട്ര കോണ്ടന്റ് സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ്. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 2023 നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2024 ഒട്ടക വർഷമാണ്. 25 ഹിമാനി വർഷം, സഹകരണ വർഷം, അന്താരാഷ്ട്ര കോണ്ടന്റ് സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. 2026 എന്താണ്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാണ്. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാണ്. അത് കൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, PSC സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് അന്താരാഷ്ട്ര വർഷങ്ങൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഒരുപാട് വർഷങ്ങളുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ഒന്നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷം. എപ്പോഴാണ്? 1968. നമുക്കറിയാം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ എപ്പോഴാണ്? 1948 1948 എവിടെയാണ്? 1948 ഡിസംബർ 10 അതുകൊണ്ടാണ് ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായിട്ട് UN ആഘോഷിച്ചപ്പോഴായിരുന്നു 1968. നമ്മൾ ഈ നീല നിറത്തിൽ കൊടുത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1970 വിദ്യാഭ്യാസ വർഷമായിരുന്നു. 1971 ഇമ്പോർട്ടൻ്റ് ആണ്, വർണ്ണ വിവേചന വിരുദ്ധ വർഷമാണ് അല്ലേ. 86 സമാധാന വർഷമാണ്. അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നെല്ല് വർഷം. എപ്പോഴാണ്? 2004 2004 സ്വാഭാവിക 4 വർഷം. 2009 ജൈവ വൈവിധ്യ വർഷം, റിപ്പീറ്റഡ് ആണ്. ഏതാണ്? 2010 2010. അതുപോലെ വനവർഷം, ഈ രസതന്ത്ര വർഷം. അതാണ് നമ്മൾ വേറെ കളറിൽ എടുത്തു കൊടുത്തത്. അതെന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ നീല നിറത്ത് കൊടുത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു എക്സാമിന് മുമ്പ് അറിഞ്ഞിരിക്കണം. കാരണം റിപ്പീറ്റ് ചെയ്യും. രസതന്ത്ര വർഷം എപ്പോഴാണ്? 2011 മണ്ണ് വർഷം 2015, പയർ വർഷം 2016, അതുപോലെ സുസ്ഥിര ടൂറിസം വികസന വർഷം 2017, പഴം പച്ചക്കറി വർഷം അതും ചോദിക്കാറുണ്ട് 2021. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു എക്സാമിന് പോകുമ്പോൾ മസ്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പുരസ്കാരങ്ങൾ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? 2024 ഈ പുരസ്കാരം ലഭിച്ചതായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? നമുക്കറിയാം 2024 കിട്ടിയതാണ് NS മാധവനാണ്. NS മാധവൻ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടി നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കുമ്പോൾ നമുക്കറിയണം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എത്രാമതാണ്? ദൂർത്തിരി എത്രാമതാണ്? 32ാമതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 32ാമതാണ്. ആർക്കായിട്ട്? NS മാധവനാണ്. ഈ ഹിഗിറ്റ അത് സമഗ്ര സംഭാവനക്കാണ്. ഹിഗിറ്റ ഇവിടെ എഴുതിയെന്ന് വെച്ചാൽ NS മാധവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത് ഹിഗിറ്റ. അതുകൊണ്ടാണ് അവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പം ഹിഗിറ്റ ചോദിക്കാറുണ്ട് അല്ലേ, ആരുടെ കൃതിയാണ്? NS മാധവനാണ്. അപ്പം 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അപ്പോൾ കൊടുത്തത് 2024 കൊടുത്തല്ലേ. 34ാമതാണ് NS മാധവൻ. അത് 31ാമത് 2023 SK വസന്തൻ. ആരാണ്? SK വസന്തൻ. 2022 സേതുവാണ്. 2021 P വത്സലയാണല്ലേ. അപ്പോൾ P വത്സല പറയുമ്പോൾ നമുക്കറിയാം തിരുനെല്ലിയുടെ കലാകാരിയാണ്. അതുപോലെ തന്നെ 2023 നവംബർ 21 ഈ ഡേറ്റ് 2023 നവംബർ 21 ആര് അന്തരിച്ചത്? P വത്സല അല്ലെ. പ്രധാനമായിട്ടുള്ള നോവലാണ് ഇത് നെല്ല് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അതുപോലെ 2020 ലഭിച്ചതായിരിക്കായിരുന്നു സക്കരയ്ക്കാണ്. ആർക്കാണ്? സക്കരയ്ക്കാണ്. ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ്. MT വാസുദേവൻ നായർക്ക് പുരസ്കാരം കിട്ടിയപ്പോഴാണ് 2011. കാരണം അദ്ദേഹം മരിച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ അപ്പോഴാണ് 2011. എന്നാണ് MT വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? 2011. എപ്പോഴാണ്? 2011 ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം പറയുകയാണെങ്കിൽ കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് അല്ലേ. 5 ലക്ഷം രൂപയാണ് നിലവിൽ. ഇതിൻ്റെ സമ്മാന തുക എത്രയാണ്? 5 ലക്ഷമാണ്. പക്ഷേ 2010 വരെ 1 ലക്ഷം ഉണ്ടായിട്ടു. 2011 to 16 1.5 ലക്ഷം. 2017 മുതലാണ് ഈ 5 ലക്ഷമായിട്ട് ഉയർത്തി. സമ്മാന തുക 5 ലക്ഷമായിട്ട് എന്ത് ചെയ്ത് ഉയർത്തിയത് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ സമഗ്ര സംഭാവനക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പുരസ്കാരം നൽകുന്നത് എന്തിനാണ്? സമഗ്ര സംഭാവനക്കാണ് പുരസ്കാരം നൽകുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് പുരസ്കാരം കിട്ടിയ ആളാണ് ആര്?
ആദ്യമായിട്ട് ആരംഭിച്ച 93-ലാണ്. പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളിയാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളിയാണ്. രണ്ടാമത് കിട്ടിയ തകഴിക്കാണ്. മൂന്നാമത് ബാലാമണി അമ്മ 95-ലാണ്. അതായത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രഥമ വനിത എന്ന് പറയുകയാണ് ആരെയാണ്? ബാലാമണി അമ്മയാണ്. ആരാണ്? ബാലാമണി അമ്മയാണ്. ഇതൊന്നും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ഇതിൻ്റെ നോട്ടിനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ടേൺ ടു സക്സസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിലും എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈവ് ഒരു ഓൺലൈൻ എക്സാമും കൂടി ഉണ്ടാവും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ട ശേഷം എന്ത് ചെയ്യുക, ആ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്താണ്. ഈ 2025 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നാണ് ഈ പറഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ടല്ല. ബ്രിക്സ് ഉച്ചകോടി 2024 ഒക്ടോബർ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചോദിച്ച ഏതാണ്? അതെവിടെയാണ്? കസാൻ, റഷ്യ. പിന്നെ വീണ്ടും അടുത്ത എക്സാം 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയെന്ന് വെച്ചാൽ 2024 അതും എവിടെയാണ്? നേരത്തെ സ്ഥലം അടക്കുന്നതും എവിടെയാണ്? റഷ്യ. വീണ്ടും അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ, അടുത്ത എക്സാമിലോട്ട് 2024 ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി. ഇത് വൺ വേർഡിന് പകരം പ്രസ്താവനയായി. ഇതിൽ തന്നെ 16-ാം ഉച്ചകോടി നടന്നത് കസാനിലാണ് എന്നാണ്. 16-ാം ഉച്ചകോടി നടന്നത് കസാനിലാണ്. അപ്പം ഈ ഒരു പ്രസ്താവന 16-ാം 2024 ഓക്കെയാണ്. 2024 ബ്രിക്സ് കസാനിലാണ്. ഓക്കെയാണ്. 16-ാം ഉച്ചകോടിയാണ് കസാനിൽ. 2024 കസാനിലാണ്, റഷ്യയിലെ കസാനിലാണ്. പക്ഷെ 16-ാം ഉച്ചകോടി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പെട്ടിട്ടുണ്ടാവും. നമ്മൾ എത്രാമത് ഉച്ചകോടി എന്ന് പൊതുവേ പഠിച്ചു കാണില്ല. അത് ശരിയാണ്. 16-ാം ഉച്ചകോടി എവിടെ തന്നെ നടന്നത്? കസാനിലാണ്. അത് ശരിയാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അല്ല, നമ്മളോട് കസാൻ നേരത്തെ ക്വസ്റ്റ്യനിലും കണ്ടായിരുന്നു. കസാൻ ചൈനയിലാണോ? അല്ല, റഷ്യയിലാണ്. തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്രിക്സിന് ആക്ച്വലി ആസ്ഥാനമില്ല. ബ്രിക്സിന്റെ ബാങ്ക് ഒക്കെ ഉണ്ട്, ഈ പറഞ്ഞ NDB, ന്യൂ ഡെവലപ്മെന്റ്. അതിന്റെ ആസ്ഥാനം ഷാങ്ഹായി ആണ്. പക്ഷെ ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ എന്താണ്, ന്യൂഡൽഹിയാന്ന് പറഞ്ഞ ശരി എന്താണ്, ആ പ്രസ്താവന എന്താണ്, തെറ്റാണ്. ആസ്ഥാനം പൊതുവെ ഷാങ്ഹായി ആണ് പറയുന്നത്. ഇത് തെറ്റാണ്. അത് 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ട്. 2009 ജൂൺ 16 അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 4ഉം ശരിയാണ്. ശരിയായെന്നല്ല, 1ഉം 4. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണല്ലോ. ഓപ്ഷൻ ഡി, 1ഉം 4ഉം. 16-ാം ഉച്ചകോടി 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ ഈ ബ്രിക്സ് ഉച്ചകോടിൻ്റെ വേദികളൊന്ന് പഠിക്കാം. 14-ാമത് 2022 എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു. 15-ാമത് 2023 സൗത്ത് ആഫ്രിക്കയിൽ. 2016-ാമത് 2024 കസാൻ, റഷ്യ. ഇനി അടുത്ത എക്സാമുകൾ ചോദിക്കുന്നത് ഇതായിരിക്കും, റിയോ ഡി ജനറോ അല്ലെ? 17-ാമത്. എത്രാമതാണ് കൊടുത്തിരിക്കുക? 17-ാമതാണ്. ഈ പറഞ്ഞ ജൂൺ 6-7 തീയതിയിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. 2025 റിയോ ഡി ജനറോയിലാണ്. എവിടെയാണ് റിയോ ഡി ജനറോ? എവിടെയാണ് നമുക്കറിയാം അല്ലെ? ബ്രസീലിലാണ്. എപ്പോഴാണ് റിയോ ഡി ജനറോ ഒളിമ്പിക്സ് നടന്നത്? എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കറിയാം. എപ്പോഴാണ്? 2016 ഒളിമ്പിക്സിന്റെ വേദിയാണ്. 2016 ഒളിമ്പിക്സ് ആണ് എവിടെ നടന്നത്? റിയോ ഡി ജനറോ അല്ലേ? ബ്രസീലിന്റെ തലസ്ഥാനം ചോദിച്ചാൽ പല ആൾക്കാരും റിയോ ഡി ജനറോ പറയുകയാണെങ്കിൽ തെറ്റാണ്. ബ്രസീലിന്റെ തലസ്ഥാനം ഏതാണ്? ബ്രസീലിന്റെ തലസ്ഥാനം ബ്രസീലിയാണ്. ഏതാണ്? ബ്രസീലിയ. ബ്രസീലിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ആര്? ലുലാ ഡാ സിൽവ. ആരാണ്? ലുലാ ഡാ സിൽവ. ഒന്ന് ഓർത്തിരിക്കുക, ലുലാ ഡാ സിൽവ. അതുപോലെ തന്നെ ഇതിന്റെ ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിന്റെ തീമും കൂടി ഒന്ന് പഠിക്കുക. 2024 തീം എന്താണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. ഈ വർഷത്തെ തീം ഒന്ന് ഓർത്തിരിക്കുക, സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോഓപ്പറേഷൻ ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ്. ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് പഠിക്കുന്ന സമയം ഓൾറെഡി കണ്ടു ബ്രിക്സ് രൂപം കൊണ്ട്. ആ കറണ്ട് അഫെയറിന്റെ കൂടെ ഓൾറെഡി എന്താണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലെ? കറണ്ട് അഫെയറിന്റെ കൂടെ എന്താണ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ ബ്രിക്സ് രൂപം കൊണ്ടത്? 2009-ലാണ്. ആ സ്ഥാനമൊക്കെ തന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ഹിസ്റ്ററിയും കൂടി എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. നമ്മൾ ഇതിന്റെ ഹിസ്റ്ററിയും കൂടി എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ബ്രിക്സ് കൂട്ടായ്മ പഠിക്കുന്ന സമയത്ത് ഇതിലും കുറച്ച് കറണ്ട് അഫെയർസും കൂടി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ബ്രിക്സ് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. വന്നത് എപ്പോഴാണ്? 2009 ജൂൺ 16-നാണ്. ആസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന ഷാങ്ഹായ്, ചൈനയാണ്. ബ്രിക് ആദ്യം വരുന്ന സമയം നിലവിൽ വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ? 4 അംഗങ്ങളാണ്. അതുകൊണ്ട് ഇത് ബ്രിക് അല്ലെ? ബ്രിക് അതായത് ബ്രിക് ബ്രസീല്, റഷ്യ, I എന്താണ്? ഇന്ത്യ, C എന്താണ്? ചൈന.
പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഈ പറഞ്ഞ ആദ്യ സമ്മേളനം 2009 റഷ്യയിൽ വെച്ചാണ്. പിന്നീട് സൗത്ത് ആഫ്രിക്കയും കൂടി അംഗമായ സമയത്താണ് ഇതെന്താണ് ബ്രിക് എന്താവുന്നത്, ബ്രിക്സ് ആവുന്നത് അല്ലെ, ബ്രിക്സ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ബ്രിക്സ് രാജ്യങ്ങൾ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ഇത് NDB ബാങ്ക്. ഏതാണ്? NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഏതാണ്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായി ആണ്. അതുപോലെ രൂപീകരിച്ച് 2014 ജൂലൈ 15 2014 ജൂലൈ 15 അപ്പോൾ ബ്രിക്സിൽ 5ാമത് അംഗമായതായിരുന്നു സൗത്ത് ആഫ്രിക്ക. 2010 ഡിസംബർ 24 ഓർത്തിരിക്കാം. നിലവിലെ അംഗങ്ങൾ പറഞ്ഞ സമയത്ത് വീണ്ടും കുറച്ച് രാജ്യങ്ങളും കൂടി ഇതിലോട്ട് അംഗങ്ങളായിട്ട് വന്നു അല്ലെ. ഏതൊക്കെയാണ്? പിന്നീട് ഈജിപ്ത് വന്നു, ഇറാൻ വന്നു, ഏതോപ്യ വന്നു, സൗദി അറേബ്യ വന്നു, UAE വന്നു. ഈജിപ്ത്, ഇറാൻ, ഏതോപ്യ, സൗദി അറേബ്യ, UAE. ഇത് കൂടാണ്ട് വേറൊരു രാജ്യം കൂടി ബ്രിക്സിൽ അംഗമായിട്ടുണ്ട്. അവസാനമായിട്ട് നിലവിൽ 11 അംഗങ്ങളുണ്ട്. അവസാനമായിട്ട് അംഗമായ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണ്. ഏതാണ്? ഇന്തോനേഷ്യ. ഏത് വർഷമാണെന്ന് വെച്ചപ്പോഴാണ് 2020. ഇന്തോനേഷ്യ 2025 ജനുവരിയിലാണ്. ഇന്തോനേഷ്യ 2025 ജനുവരി. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ബ്രിക്സിൽ അവസാനമായി അംഗമായത് ആരാന്ന് വെച്ചാൽ ഇന്തോനേഷ്യ ആണ്. ആരാണ്? ഇന്തോനേഷ്യ ആണ്. ആരാണ്? ഇന്തോനേഷ്യ ആണെന്ന് ഓർത്തിരിക്കുക. ഇന്തോനേഷ്യ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ്. ഈ നിലവിലെ അംഗങ്ങൾ, പുതുതായിട്ട് അംഗമായ രാജ്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്ന് ഓർത്തിരിക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സമ്മേളനങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 17ാമത് റിയോ ഡി ജനീറോ ബ്രസീൽ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ എത്രയാണ്? സുനിത വില്യംസ് എത്ര ദിവസമാണ്? 608 ആണ്. എന്നാൽ 675 ദിവസം എല്ലാം കൂടിയിട്ട് ടോട്ടൽ ആണെന്ന് പറയുന്നത് 3 ദൗത്യങ്ങളായി ടോട്ടൽ 600 എല്ലാം കൂടിയിട്ട് 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരെന്ന് വെച്ചാലാണ് പെഗ്ഗി വിറ്റ്സൺ. ആരാണ് ആൻസർ? പെഗ്ഗി വിറ്റ്സൺ. ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളൊക്കെ സുനിത വില്യംസിനെ പറ്റി ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സുനിത വില്യംസിനെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ എന്താണ് സുനിത വില്യംസ്? ഇപ്പോൾ സുനിത വില്യംസ് 3ാമത്തെ ദൗത്യം അല്ലേ, ഈ പറഞ്ഞ എന്താണ് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലേ, അതായത് ക്രൂ 9 മിഷൻ ഒക്കെ അറിയപ്പെടുന്നത്. ആ ക്രൂ 9 മിഷന്റെ ഭാഗമായിട്ട് പോയിട്ട് പിന്നെ അവിടെ കുടുങ്ങി. അതിനുശേഷം എന്താണ് 8 ദിവസത്തേക്കാണ് പോയതല്ലേ. പിന്നീട് എന്താണത് 286 ദിവസം അല്ലെ, 286 ദിവസം അല്ലെങ്കിൽ 3 മാസം 13 ദിവസം എന്ത് ചെയ്തു? അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എന്ത് ചെയ്യേണ്ടിരുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസിയിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ എന്ത് ചെയ്യേണ്ടത്? താമസിക്കേണ്ടി വന്നു അല്ലെ. എന്നിട്ട് തിരിച്ചെത്തിയ ഡേറ്റ് ഈ ഇടക്കാണ് അല്ലെ, 2000. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മാർച്ച് 19 ഇന്ത്യയിലെ ഇതാണ്. പക്ഷേ എന്താണ് ഇന്ത്യൻ സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് 19 പക്ഷേ അവിടുത്തെ ടൈം അമേരിക്കയാണ്, നാസയാണല്ലോ വരിക. അപ്പോൾ അവിടെയാണ് മാർച്ച് 18 തീയതി. അവരെപ്പോഴാണ്? മാർച്ച് 18. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19 ഇന്ത്യൻ ടൈമാണ്. അവിടുത്തെ ടൈമാണ് മാർച്ച് 18. അപ്പോൾ അതിനനുസരിച്ച് മാർച്ച് 18 ആണെങ്കിൽ എന്താണ്? ശരിയാണ്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് ചെലവഴിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞ 3 ദൗത്യങ്ങൾ, ഒറ്റയ്ക്കല്ല പറഞ്ഞ 3 ദൗത്യങ്ങളായിട്ട് ഏറ്റവും കൂടുതലാണ് ആരാണ്? പെഗ്ഗി വിറ്റ്സൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സുനിത വില്യംസിന്റെ കാര്യങ്ങൾ നോക്കാം. ഇവർ 4 പേരുണ്ടായിരുന്നു. സുനിത വില്യംസിന്റെ കൂടാണ് ഈ ISSൽ എന്താണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് ആരെയൊക്കെ ഉണ്ടായിരുന്നു? 3 കൂടെ ഉണ്ടായിരുന്ന 3 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ആ 3 പേരും പഠിക്കുക. അതിപ്പോൾ ഉൾപ്പെടാത്ത നോക്കാം. 1 ബുച്ച് വിൽമോർ ആണ്. 2 നിക്ക് ഹേഗ് ആണ്. 3 അലക്സാണ്ടർ ഗോർബുനോവ് ആണ്. ആരാണ്? ബുച്ച് വിൽമോറും നിക്ക് ഹേഗും അലക്സാണ്ടർ ഗുർബനോവ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏത് മിഷനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ISSന്റെ ക്രൂ 9 മിഷൻ ആണ്. ഏതാണ്? ക്രൂ 9 മിഷൻ ആണ്. ഇതിന്റെ നിർമ്മാണമൊക്കെ ആരാണ്? സ്പേസ് എക്സ് ആണ്. ആരാണ്? സ്പേസ് എക്സ് ആണ്. ആരൊക്കെ പോയതാണ്? ഇതിൽ പോയ ആൾക്കാരാണ് ആര്? സുനിത വില്യംസും ബുച്ച് വിൽസണും. സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ആണ്. ഏതാണ്? സ്റ്റാർ ലൈനർ ഓർത്തിരിക്കുക. ഈ സ്പേസ് ക്രാഫ്റ്റിലാണ്, സ്റ്റാർ ലൈനർ ആണ്. അതിന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ഏതാണ്? ഫാൽക്കൺ 9 ആണ്. ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ 2024 സെപ്റ്റംബർ 28 ആണ്. 2024 സെപ്റ്റംബർ 28 ആണ്. ഓൾറെഡി നമ്മൾ 2023 സെപ്റ്റംബർ 28 നമ്മൾ ഓൾറെഡി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നത്? MS സ്വാമിനാഥൻ എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. അതേപോലെ 2023 ആരെയാ പറയുന്നത്? 23 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. അതുപോലെ തന്നെ വുമൺ റിസർവേഷൻ ബില്ലിൽ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് 2024 സെപ്റ്റംബർ 28 ഈ പറഞ്ഞ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് എന്താണ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ വഴി ഇവര് ബഹിരാകാശ ഈ പറഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ആരൊക്കെ? ഈ സുനിത വില്യംസും ബുച്ച് വിൽമോറും.
അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. ഡിഗ്രി പ്രിലിംസ് ആണ് അതിന് തൊട്ട് മുന്നേ സെക്രട്ടറി. ഇതിൽ ഏതോ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് തോന്നിയത്. എന്താണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചെന്ന് വെച്ചാൽ ആരെയാണ് ഇതിൽ പല ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കി തന്നെ ഉത്തരം കിട്ടും. ആരാണ് സുനിത വില്യംസ് ആണല്ലോ. കൽപ്പന ചൗള എന്ന് പറഞ്ഞ ആരാണ്? ബഹിരാകാശത്തേക്ക് യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് ആര്? കൽപ്പന ചൗള അല്ലെ. കൊളംബിയ എന്ന് പറഞ്ഞ പേടകത്തിലാണ് അദ്ദേഹം ഈ കൽപ്പന ചൗള ബഹിരാകാശത്തൊക്കെ പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ അപ്പോൾ സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിക്കുകയാണെങ്കിൽ സുനിത വില്യംസ് ജനിച്ചപ്പോഴാണ് 1965 സെപ്റ്റംബർ 19 1992 ബഹിരാകാശ സഞ്ചാരിയായി. ആദ്യ യാത്ര എന്ന് പറഞ്ഞാൽ നാസയിലാണ്. എവിടെയാണ്? നാസയായിട്ട് ബന്ധപ്പെട്ട നാസയിലാണ് ആര്? സുനിത വില്യംസ് വരിക. അതുപോലെ തന്നെ ആദ്യ യാത്ര 2006 ഡിസംബറിലായിരുന്നു. ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ 195 ദിവസം എന്ത് ചെയ്തു? ബഹിരാകാശത്ത് താമസിച്ചു. രണ്ടാമത്തെ എത്രയാണ്? ആദ്യത്തെ 2006 ഡിസംബറിലാണ്. രണ്ടാമത്തെ 2012 ജൂലൈയിലായിരുന്നു രണ്ടാം ദൗത്യം. അത് എത്ര ദിവസമാണ്? 127 ദിവസമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ദൗത്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൽ 286 ദിവസമാണ്. 286 ദിവസമാണ്. അതുപോലെ റെക്കോർഡുകൾ എന്താണെന്ന് വെച്ചാൽ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ. ഒന്നാമത് നമുക്കറിയാം ആരാണ്? കൽപ്പന ചൗളയാണ്. ബഹിരാകാശത്ത് മാരത്തണും ട്രയാത്തണും നടത്തിയ ആദ്യ സഞ്ചാരിയാണ്. അതുപോലെ കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന അല്ലെങ്കിൽ സ്പേസ് വാക്ക് ചെയ്ത വനിത. അതായത് 9 തവണയായിട്ട് 62 മണിക്കൂർ 6 മിനിറ്റ്. എത്രയാണ്? 62 മണിക്കൂർ 6 മിനിറ്റാണ് സ്പേസ് വാക്ക് നടത്തിയത്. അതുപോലെ തന്നെ 3 ദൗത്യങ്ങളിൽ ആകെ എത്ര ദിവസമാണ്? 608 ദിവസമാണ്. അത്രയാണ് 608. കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ രണ്ടാമത്തെ യു എസ് സഞ്ചാരി എന്ന നേട്ടം ആർക്കുണ്ട്? സുനിത വില്യംസിനുണ്ട്. അതുപോലെ തന്നെ നാസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നപ്പോഴാണ് 1958 ജൂലൈ 29 ആസ്ഥാനം എവിടെയാണ്? USA യിലാണ്. അപ്പം അതിന് മുമ്പ് നമുക്കറിയാം ഈ പറഞ്ഞ എന്താണ് അമേരിക്കൻ്റെ സ്പേസ് ഏജൻസിയാണ് ഏത്? ഈ പറഞ്ഞ നാസ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമുണ്ട്. അത് വിക്ഷേപിക്കുന്നതാണ് സ്പുട്നിക് അല്ല. അത് വിക്ഷേപിക്കുന്ന എപ്പോഴാണ്? 1957. അതാണ് സോവിയറ്റ് യൂണിയൻ ആണല്ലേ. 1957 സോവിയറ്റ് യൂണിയൻ ആണ് ഈ പറഞ്ഞ സ്പുട്നിക് 1 എന്നത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും എപ്പോഴും 2 ചേരികൾ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ഒരു ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അല്ലെ സ്പുട്നിക് 1 വിക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് അത് അവർക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ 58 നാഷണൽ അല്ലെങ്കിൽ നാസ ഫോം ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. 1957 കറക്റ്റ് ഡേറ്റ് വരെയാണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ച ഡേറ്റ് വരെയാണ് ഒക്ടോബർ 4. അതുകൊണ്ടാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ എന്താണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. സ്പേസ് വീക്ക് അല്ലെ. ബഹിരാകാശ വാരമായിട്ട് ആചരിക്കാനുള്ള കാരണം തന്നെയാണ്. 1957 ഒക്ടോബർ 4 ഡേറ്റ് ഏതാണ്? ഒക്ടോബർ 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ഇത് ചോദിച്ചാൽ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടില്ലേ ഡിസ്കസ് ചെയ്യില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിന് മുമ്പ് നിർബന്ധമായി നോക്കി പോകേണ്ട കുറച്ച് ഏരിയാസ് ആണ്. അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ടൈം കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം. അതായത് 3 കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ജോലി എന്ന് പറയുന്നതിലോട്ട് എത്താൻ പറ്റും. ഒന്ന് സ്റ്റഡിയാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റഡി. ആ സ്റ്റഡീൻ്റെ കൂടെ റിവിഷൻ, പ്രാക്ടീസ്. ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് നമ്മുടെ കൂടെ വേണം. റിവിഷനും പ്രാക്ടീസും. സ്റ്റഡി, റിവിഷൻ, പ്രാക്ടീസ്. ഇത് 3ഉം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും റാങ്ക് ലിസ്റ്റ് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റുക. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ആ റിവിഷൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുമ്പോൾ എക്സാമുകൾ എഴുതി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഒരു എക്സാമിന് നമ്മളെ മാർക്ക് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മളെ മാർക്ക് വരിക. നമ്മൾ ആ എക്സാം എങ്ങനെ എഴുതി, നമ്മൾ ആ പഠിച്ച കാര്യം എങ്ങനെ എഴുതുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പല ആൾക്കാർക്കുള്ള പ്രശ്നം എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുറേ അബദ്ധങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പറ്റി. അപ്പം നമ്മൾ മാക്സിമം അബദ്ധങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും കുറക്കണം. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കുറക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ അബദ്ധങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നമ്മളെ തെറ്റുകൾ തിരുത്താൻ പറയും. എക്സാം ചെയ്യുന്നത് നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? പ്രിവിഷനും ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.